ചോദിനോന്റെ ഒരു ഫേവറേറ്റ് 4 സോങ്സും കൂടെ കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. ഏതൊക്കെയാണ് പെട്ടെന്ന് അറിയാം? ഒന്ന് നമുക്ക് ഗോദയിൽ നിന്ന് തന്നെ പോവാം. ഗോദയിലെ ഏത് പാട്ടാണ്? ഏത് പാട്ടാ പറഞ്ഞു? ആരോ നെഞ്ചിൽ തന്നെ ആയിക്കോട്ടെ, ഞാനുണ്ടല്ലോ പാട്ട്. റൊമാൻറ്റിക്കും ആണ്, നല്ല സുഖമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണത്. അതിന്റെ ഒരു ബേക്കിംഗ് ടൈമിൽ അതിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു കൂടെ. ആരോ നെഞ്ചിൽ ഞാനും കൂടെ അല്ലല്ല, ഞാൻ പറഞ്ഞ കമ്പോസിംഗ് ടൈം സമയത്തൊന്നും പോയിട്ടിരുന്നില്ല. അങ്ങനെ ഏതെങ്കിലും പാട്ടിന്റെ കൂടെ ഇരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മൂവിയിൽ അഭിനയിച്ചതില്? പാട്ടുകളുടെ ഭാഗത്തേക്ക് അധികം പോയിട്ടില്ല. എഡിറ്റിംഗിലൊക്കെ കൂടെ ഒക്കെ ഇരുന്നിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട്, കണ്ടുകൊണ്ടിരുന്നിട്ടുള്ള. അത് വേണ്ട ഇത് വേണ്ട പറഞ്ഞോണ്ടാ? അതൊന്നും പറയില്ല. നമ്മളതൊന്നും, അതൊക്കെ അവരുടെ ജോലിയാണ്. അത് വൃത്തിയായിട്ട് ചെയ്യുമ്പോ പിന്നെ നമ്മൾ അതിനെ ഇടപെടാൻ പാടില്ല. ഫസ്റ്റ് ആരോ നെഞ്ചിൽ. അതിന്റെ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ആണോ? ഞാനുണ്ട്, എന്റെ തല എന്റെ ബോഡി അല്ലാണ്ട്. അല്ല, അത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പാട്ട് ഭയങ്കര രസമായിട്ട്, അതിനകത്ത് ചെറിയ സാധനങ്ങളൊക്കെ അത് സിനിമയിൽ നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ചെറിയ മറ്റേ ചെണ്ട പരിപാടിയൊക്കെ സിനിമയിലെ ചില ചെറിയ ലൈറ്റ് മാസ് പരിപാടികളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു ഫേവറേറ്റ് സോങ് ലാംഗ്വേജ് മാറ്റാം, കുഴപ്പമില്ല. മലയാളം തന്നെ ആയിക്കോട്ടെ. മലയാളത്തിനോട് ഭയങ്കര ഇഷ്ടമുണ്ട് എനിക്ക്. സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയതാണല്ലോ പണ്ട്. സ്ക്രിപ്റ്റ് എഴുതിയത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ മലയാളത്തിനോട് എനിക്ക് ഇഷ്ടമില്ല എന്ന് ആൾക്കാർ വിചാരിച്ചേരെ. പക്ഷെ അതുകൊണ്ടല്ല, നാടകത്തിൽ കളിയാക്കരുത്. വേണമെങ്കിൽ പാടായിരുന്നു, വേണ്ടെന്ന് വെച്ചു. പിന്നെ ഗപ്പിയിലെ തനിയെ എന്ന് തുടങ്ങുന്ന സോങ് ഉണ്ട്. അത് ഭയങ്കര ഒരു ഹോണ്ടിങ് പരിപാടിയാണ്. അതൊരു എനിക്ക് അങ്ങനത്തെ സോങ്ങുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തം സിനിമയിൽ അല്ലാത്ത പാട്ടും അല്ല, പക്ഷെ ഞാൻ എന്റെ സ്വന്തം സിനിമയിലേ പറയുള്ളൂ. ഇത് രണ്ടും റീസെന്റ് ടൈംസിൽ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ സ്വന്തം സിനിമയിലെ പറയാൻ പാടില്ല എന്ന് പിന്നെ എനിക്ക് ഈ ഒരു സ്ലോ മെലഡീസ് ഒക്കെയാണ് എന്റെ ഒരു ഫേവറേറ്റ്. അതുകൊണ്ട് തന്നെ മറ്റേ ഇന്ന് നിന്റെ മൊയ്തീലിന്റെ മുക്കത്തെ പെണ്ണെ എന്ന് പറയാം. അപ്പൊ അത് സ്വന്തം സിനിമയിലാണെങ്കിലും അപ്പൊ അത് പിന്നെ അതിന് കാരണം പറ, ചുമ്മാ പറഞ്ഞിട്ട് പോവാതെ. അല്ല, ആ പാട്ടുകൾക്ക് ഈ പറഞ്ഞ പാട്ടുകൾക്കൊക്കെ എന്തോ ഒരു പ്രത്യേകത ഇല്ലേ? അതുണ്ട്. പക്ഷെ ടോയിനോ എന്ന ഒരാളെ ആ മുക്കത്തെ പെണ്ണിലെ പാട്ടിലേക്ക് അട്രാക്ട് ചെയ്യാനുണ്ടായ റീസൺ അത് മക്ബൂലിന്റെ ഒരു വോയിസും അതിന്റെ ലിറിക്സും അത്ര ഹൈ പിച്ചിൽ പോയ അതും മ്യൂസിക് ചെയ്തേക്കുന്ന ഗോപിച്ചേട്ടൻ്റെ അതും അതൊക്കെ ഭയങ്കര ഇതാണ്. ഇപ്പൊ ഗപ്പിയിലെ മറ്റേ തനിയെ എന്ന് പറയുന്ന പാട്ടാണെങ്കിലും അത് ഈ ഹൈ പിച്ചൊക്കെ ഭയങ്കര ഭംഗിയായിട്ട്, ഹൈ പിച്ച് എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് പാടുന്നത് നമുക്ക് പിക്ചർ ചെയ്യാം അവരുടെ എങ്ങനെയാണ് അത് പാടിയിട്ടുണ്ടാവുക. പിന്നെ വരികൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വരികളൊക്കെ ഈ പറഞ്ഞ പാട്ടുകളിലൊക്കെ വരികളൊന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നല്ല വരികളുമാണ്. പിന്നെ നാലാമത്തെ പാട്ട് വേണമെങ്കിൽ നമുക്ക് ടോവിനോന് വേണ്ടി മറ്റേ പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യാം. മെക്സിക്കൻ ആ പാട്ട് അന്ന് തൊട്ട് ഇത് ഒരു പാട്ട് കൂടെ പറയട്ടെ, 5 പാട്ട് വെക്കാം. 5 പാട്ട് വെക്കാൻ പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ഒരു പാട്ടുണ്ട്. അതാണ് വേണ്ടത്. എന്റെ മൺവീണയിൽ കൂടാണ് ഞാൻ എന്ന് പറയുന്ന തുടങ്ങുന്ന പാട്ട്. പഴയ പാട്ടാണ്. അതെ, ഞാനും ചെയ്തേ. ഞങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ആ പാട്ട് അത്ര നല്ല പാട്ടാണ്. അതുകൊണ്ട് ഞാൻ മനസ്സിലാവാനാ എന്റെ മൺവീണയിൽ കൂടാണ് ഞാൻ. അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പാടാനായിട്ട്. ഞാൻ പാടി അതുപോലെ ആവില്ല. ഞാൻ ഏതെങ്കിലും മ്യൂസിക് ഡയറക്ടറിനെ ചാക്കിട്ട് പിടിച്ചിട്ട് ഞാൻ ഒരു പാട്ട് പാടാം. അപ്പൊ പിന്നെ അതാണല്ലോ അതിന്റെ ട്യൂൺ. പിന്നെ ആൾക്കാര് പാടുമ്പോ കുഴപ്പമില്ലല്ലോ. ആൾക്കാർ ഓൾറെഡി പാടി ഭംഗിയായിട്ട് വെച്ചിട്ടുള്ള പാട്ട് ഞാൻ പാടിയാൽ ചിലപ്പോ ഇതല്ലല്ലോ ട്യൂൺ എന്ന് പറയും. അപ്പൊ എന്തിനാ വെറുതെ. ഒന്ന് പാടാൻ പിന്നെ ഫസ്റ്റ് ഞാനാണത് പാടുന്നുണ്ടെങ്കിൽ ഉറപ്പ് പാടിയെന്ന് വെച്ചാൽ മതി. എപ്പ പാടിയെന്ന് വെച്ചാൽ മതി. ഉടനെ അതിന് സംഭവിക്കട്ടെ. അപ്പൊ പിന്നെ അതായത് കംപ്ലീറ്റ് ശ്രുതിയും താളവും തെറ്റിക്കിടന്നാലും ബാക്കിയുള്ളവർക്ക് ഗതികേടാണ്. പക്ഷെ ഇവരെന്തൊക്കെയാ പാടി വെച്ചേക്കുന്നത്, ഇതുപോലെ പാടുന്നല്ലോ. ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് പാടുമെന്ന് വിചാരിച്ചിട്ട് ആ പാട്ടിന്റെ ഒരു വരി ഒന്ന് പാടുന്നത് ഞാൻ എത്ര നേരം ചോദിക്കണത്. അങ്ങനെ കുറെ ചോദിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ ചെയ്യണ്ടെന്ന് ഞാൻ ചെയ്യില്ല. കണ്ടോ, പൊതുവെ അങ്ങനെയാണോ? അതെ, ഒരു വാശിക്കൊന്നും നിന്ന് കൊടുക്കില്ല. അല്ല അങ്ങനെയല്ല. കണ്ടോ, ഒരു പെൺകൊച്ചല്ലേ ചോദിക്കുക. അങ്ങനെ പെൺകൊച്ചായതുകൊണ്ട് അതന്നെ
മോളെ കൊച്ചിനെ ഇനി പറയരുത്, അമ്മ മാത്രമേ പാടി ഉറക്കാറുള്ളൂ. കൊച്ചു ഓർക്കാറുണ്ടോ? കൊച്ചിന് സംസാരം ഇപ്പൊ സംസാരിച്ചു തുടങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അന്ന് അതെങ്കിലും അല്ലെങ്കിൽ ഉറങ്ങിക്കോട്ടെ. അപ്പൊ അവ നിർത്തും. കൊച്ചിന് ഏത് പാട്ടാ പാടി കൊടുക്കുന്നത്? മിക്കവാറും താരാട്ട് പാട്ട് പാടി കൊടുക്കേണ്ടി വരാറില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഡോറ ഞങ്ങള് ഇവളെ ഉറക്കാനായിട്ട് ശ്രമിച്ച് അവസാനം ഞങ്ങൾ ഉറങ്ങിപ്പോ. പിന്നെ എപ്പോഴെങ്കിലും ഇവളും ബോറടിച്ചിട്ട് വന്ന് കിടന്ന് ഉറങ്ങിക്കോളും. അത് രാത്രി ഭയങ്കര ആക്റ്റീവാണ് അവള്. നല്ല, അതുകൊണ്ട് ഉറക്കവും നല്ല രീതിയിൽ ഇതായിരിക്കും. നമ്മൾ ഉറങ്ങണൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ വന്ന് മുഖത്തൊക്കെ ഇങ്ങനെ പിച്ചി മാന്തി അടിച്ച്, അതായത് നമ്മളെ എഴുന്നേൽപ്പിക്കാനായിട്ട്. പിച്ചിമാന്തിലൊക്കെ പറ്റും. പിള്ളേർക്ക് പിച്ചിമാന്തിലാണല്ലോ ഏറ്റവും കൂടുതൽ താല്പര്യം. ഇപ്പൊ പിച്ചാൻ വന്നാൽ ഞാൻ കുറെ പാവയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് പിച്ചാൽ മതി. പാവ ഇത് സിനിമാറിന്റെ മുഖത്ത് മാന്താൻ പറഞ്ഞു. അത്